തൃത്വനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ സ്നേഹിതരെ, എല്ലാവർക്കും പ്രഭാതവന്ദനം. ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. വചനമാം ദൈവത്തെ പ്രസവിച്ചവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ശുദ്ധിമതിയായ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ സഭ ആചരിക്കുകയാണല്ലോ. സുറിയാനി സഭാ പാരമ്പര്യത്തിൽ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും ജന്മത്തിനല്ല സഭ പ്രാധാന്യം കൊടുക്കുന്നത്, മറിച്ച് അവരുടെ വാങ്ങിപ്പിനാണ് സഭ പ്രാധാന്യം കൊടുക്കുന്നത്. യേശുക്രിസ്തു കഴിഞ്ഞാൽ വിശുദ്ധ യൂഹാനോ മാബ്ദാനായുടെ ജന്മപ്പെരുന്നാൾ സഭ കൊണ്ടാടുന്നുണ്ട്. എന്നാൽ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും വാങ്ങിപ്പിന് സഭ പ്രാധാന്യം കൊടുക്കുകയും അവരുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ ദൈവമാതാവിന് അതുല്യമായ സ്ഥാനമാണ് വിശുദ്ധന്മാരിൽ ഉള്ളത്. പരിശുദ്ധ ദൈവമാതാവിന് 7 പെരുന്നാളുകൾ സുറിയാനി സഭാ പാരമ്പര്യത്തിൽ സഭ അനുഷ്ഠിക്കുന്നുണ്ട്. കതിരുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാളുകൾ, വിത്തുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാളുകൾ, പരിശുദ്ധ ദൈവമാതാവിനോടുള്ള വചനിപ്പ് പെരുന്നാളുകൾ, അതുപോലെ മാതാവിനോടുള്ള അറിയിപ്പിൻ്റെ പെരുന്നാളുകൾ, മാതാവിൻ്റെ പുകഴ്ച പെരുന്നാളുകൾ, ശൂനോയോ അഥവാ മാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളുകൾ. ഈ പെരുന്നാളുകളൊക്കെ സഭ അവിടുന്ന് ആചരിക്കുന്നു. ബുധനാഴ്ച പരിശുദ്ധ ദൈവമാതാവിന് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന ദിവസമാണ്. അത്രമാത്രം പ്രാധാന്യം കർത്താവിൻ്റെ അമ്മയ്ക്ക്, ദൈവമാതാവിന് സഭ നൽകുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ മാതാവിൻ്റെ മറ്റൊരു സവിശേഷത വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 19-ാമത്തെ തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്. ഈ വാർത്തയെല്ലാം പരിശുദ്ധ കന്യകമറിയാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് അവിടെ നാം വായിക്കുന്നത്. ശബ്ദമയമായ ഈ ലോകത്തിൽ മറ്റ് ശബ്ദങ്ങളോടൊക്കെ നാം അനുദിനം പ്രതികരിക്കാറുണ്ട്. എന്നാൽ ദൈവശബ്ദത്തോട് നാം എപ്രകാരമാണ് പ്രതികരിക്കുന്നത്? പരിശുദ്ധ മാതാവിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ കഷ്ടതകളുടെ അനുഭവവും പ്രതിസന്ധികളുടെ അനുഭവവും ചുറ്റുപാടുമൊക്കെ പ്രതികൂലമായി നിൽക്കുകയാണ്. പക്ഷേ മാതാവ് അനാവശ്യമായ ശബ്ദങ്ങളോടോ ചുറ്റുപാടുകളിലുള്ള ശബ്ദങ്ങളോടോ പ്രതികരിക്കുന്നില്ല. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന അമ്മ. എന്നാൽ ദൈവശബ്ദത്തോട് മാത്രം പ്രതികരിച്ച അമ്മ. പ്രിയരെ, നമ്മുടെ അനുദിന ജീവിതത്തിലും ഈ അമ്മയുടെ പെരുന്നാൾ നാം കൊണ്ടാടുമ്പോൾ ദൈവശബ്ദത്തോട് നമുക്ക് പ്രതികരിക്കുവാൻ നമുക്ക് സാധ്യമായി തീരുന്നുണ്ടോ? ചുറ്റുപാടുമുള്ള എല്ലാ ശബ്ദങ്ങളോടും പ്രതികരിക്കാതെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ദൈവശബ്ദത്തോട് പ്രതികരിക്കുന്നുവെങ്കിൽ അമ്മയെപ്പോലെ നമുക്കും വിശുദ്ധിയുടെ ആ ഔന്നത്യങ്ങളിലേക്ക് നടന്നെടുക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. അതിന് ഈ പെരുന്നാൾ നമുക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.